മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ അജ്മീർ ദർഗ ഷെരീഫാണ് അജ്മീറിനെ പ്രശസ്തമാക്കുന്നത്. ദർഗയിലേക്കുള്ള വഴിയിൽ തന്നെ ധാരാളമായി റെസ്റ്റോറൻറ്റുകളും സ്ട്രീറ്റ് ഫുഡുകളും കാണാം. എപ്പോഴത്തെയും പോലെ ഫുഡ് കാണുമ്പോൾ വിശപ്പ് വരുന്നതിനാൽ ഒരു ഹോട്ടലിൽ കയറി ഒരു അജ്മീർ ബിരിയാണി തന്നെ കഴിച്ചു. സ്ട്രീറ്റ് ഫുഡ്സ് കഴിക്കണമെന്നുണ്ടെങ്കിലും അത്ര വൃത്തിയില്ലാത്തതിനാൽ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. ഈ കാണുന്ന ഗേറ്റിനെ ഡൽഹി ഗേറ്റ് എന്നാണ് പറയുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ 1571 പണി കഴിപ്പിച്ചതാണ് ഡൽഹി ഗേറ്റ്. ഇപ്പോൾ ഇത് കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായിട്ട് കൂടി ഇതൊക്കെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. 13-ാം നൂറ്റാണ്ടിലെ സൂഫി വിശുദ്ധനും തത്വചിന്തകനുമൊക്കെ ആയിരുന്ന ഖ്വാജ മുഹീദ്ദീൻ ചിശ്തി എന്ന് പറയുന്ന സൂഫി വര്യൻ സഞ്ചരിൽ നിന്നും അഥവാ ഇന്നത്തെ ഇറാനിൽ നിന്നും ദക്ഷിണേന്ത്യയിലൂടെ മുഴുവൻ സഞ്ചരിച്ച് അജ്മീറിലെത്തി. ഒടുവിൽ ഒരുപാട് കാലം അജ്മീറിൽ അദ്ദേഹം താമസിച്ചു. 1236 അദ്ദേഹം അജ്മീറിൽ വെച്ച് മരണപ്പെടുന്നത്. പ്രാദേശിക ദേശീയ ഭരണാധികാരികൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതോടെ ഈ ദർഗയുടെ ഘടന വിപുലീകരിച്ചു. 1332 തുഗ്ലക് രാജവംശത്തിലെ ദില്ലി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ഒരു ദർഗ ഇവിടെ നിർമ്മിച്ചു. ദർഗ എന്നാൽ മുസ്ലിം പണ്ഡിതന്മാരുടെയും സൂഫി വര്യന്മാരുടെയും ഖബറിടത്തിനു ചുറ്റും നിർമ്മിക്കുന്ന ഒരു സ്മാരകമാണ്. അവിടെ എല്ലാ മതത്തിൽ നിന്നുമുള്ളവരും പ്രാർത്ഥിക്കാനും അനുഗ്രഹം ചോദിക്കാനും വരുന്നു. പിന്നീട് നിരവധി ഭരണാധികാരികൾ ഈ ദർഗ വിപുലീകരിച്ചു. ഇവിടെ നിന്ന് കുറച്ച് നടന്നു കഴിയുമ്പോൾ ദർഗയുടെ ആദ്യ ഗേറ്റിലേക്ക് നമ്മൾ എത്തും. സുൽത്താൻ മഹ്മൂദ് ഖിൽജി സ്ഥാപിച്ച ബുലൻസ് ദർവാസ എന്ന മെയിൻ ഗേറ്റാണിത്. ഇതിലാണ് ഉറൂസിൻ്റെ ഒക്കെ പതാക ഉയർത്തുക. ഇതിനുശേഷം മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ പണിയിച്ച ഷാജഹാനി ഗേറ്റുണ്ട്. ദർഗയുടെ അടുത്ത ഗേറ്റായ ഇത് നിസാം ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൈദരാബാദ് ഭരണാധികാരിയായ നിസാം പണി കഴിപ്പിച്ചതാണിത്. നാനാജാതി മതസ്ഥരും ഇവിടേക്ക് വരുന്നുണ്ട്. ആർക്കും ഒരു റെസ്ട്രിക്ഷനും ഇവിടെയില്ല. ഇവിടെ 2 ചെമ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചെമ്പ് ജഹാംഗീർ ചക്രവർത്തി പണി കഴിപ്പിച്ച ചെമ്പാണ്. ഡെയിലി ഈ ചെമ്പിൽ രാത്രിയിൽ പായസം ഉണ്ടാക്കും. എല്ലാ ദിവസവും അരിയും പഞ്ചസാരയും ധാരാളം പണങ്ങളുമൊക്കെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതിൽ മറ്റൊരു ചെമ്പ് അക്ബർ ചക്രവർത്തി നിർമ്മിച്ച ചെമ്പാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടാക്കിയ പായസം തീർത്ഥാടകർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. തൻ്റെ സന്താന ഭാഗ്യത്തിനു വേണ്ടി അക്ബർ ചക്രവർത്തിയും രാജ്ഞിയും എല്ലാ വർഷവും ആഗ്രയിൽ നിന്നും കാൽനടയായി തീർത്ഥാടനത്തിനായി ഇവിടെ എത്തുമായിരുന്നു. പ്രതിദിനം 1.5 ലക്ഷം തീർത്ഥാടകർ ദർഗ സന്ദർശിക്കാറുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ വരുന്ന തീർത്ഥാടകരെല്ലാം നിലത്തിരുന്ന് പ്രാർത്ഥിക്കുകയും കിടക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർ മയിൽപ്പീലി കൊണ്ട് ചിലരുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. ഇവിടെയായി അമ്പലങ്ങളിലൊക്കെ കാണുന്നത് പോലെ വിളക്കുകളും ചന്ദനത്തിരികളും കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ മൊയിനുദ്ദീൻ ചിശ്തിയുടെ ദർഗക്കുള്ളിലേക്ക് പൂവുകളുമായി പോവുകയാണ് ഭക്തർ. ഈ പൂവുകളുടെ കച്ചവടമാണ് ഏറ്റവും കൂടുതൽ ഇതിനുള്ളിലും പുറത്തും. ഖബറിടത്തിനുള്ളിലേക്ക് കയറണമെന്നുണ്ടായിരുന്നെങ്കിലും വളരെ നീണ്ട ക്യൂ ആയതിനാൽ കയറിയില്ല. അജ്മീർ ദർഗയുടെ ചിഹ്നവും മിനാരവുമാണ് ഈ കാണുന്നത്. ഇവിടെ മയിൽപ്പീലിക്കെട്ടുകൊണ്ട് തീർത്ഥാടകരുടെ എല്ലാം തലയിൽ അനുഗ്രഹിക്കുകയാണ് ഇദ്ദേഹം. നിസ്കാരത്തിനു മുമ്പ് വുളു എടുക്കുന്ന സ്ഥലമാണിവിടെ. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ അക്ബർ ചക്രവർത്തി നിർമ്മിച്ച ചെമ്പ്. ഇതിലും ധാരാളം പൈസയും അരിയും പഞ്ചസാരയുമെല്ലാം ഭക്തർ കൊണ്ട് ഇടുന്നുണ്ട്. ഏതു തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും അതിപ്പോൾ ഹിന്ദുവിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും മുസൽമാൻ്റെ ആണെങ്കിലും എല്ലാം ഹൈലി കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്.
ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ഒന്നാണോ ഇവിടെ നടക്കുന്നതെന്ന് അറിയുന്നവർ കമൻറ്റിൽ പറയുമല്ലോ.